കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യഥാർത്ഥ സഭയുടെ ഒരു ഒരു മാതൃകയായ സഭയുടെ അടയാളങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സഭയുടെ അധികാരങ്ങളിൽ നിന്നും ശക്തിയിൽ നിന്നും ആത്മാവിന്റെ നടത്തിപ്പിൽ നിന്നും എന്തുമാത്രം നമ്മൾ അകന്നു പോയിട്ടുണ്ട് എന്ന് ശോധന ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒരുപക്ഷെ നമുക്ക് സാധിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും ആരംഭിച്ച മനുഷ്യന്റെ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ പ്രാണനിൽ നന്മതിന്മകളെ വിവേചിക്കുന്ന ബുദ്ധിയുടെ തലത്തിലേക്ക് മാറിയത് നമുക്ക് മനസ്സിലായി. അതുപോലെ സഭയും ആത്മാവിനാൽ പല സ്ഥലങ്ങളിലും ആരംഭിക്കുകയും പതുക്കെ പതുക്കെ മനുഷ്യ ബുദ്ധിക്ക് കീഴടങ്ങുകയും മനുഷ്യ ബുദ്ധിക്ക് സബ്മിറ്റഡ് ആയി പോവുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇന്ന് സഭകൾ മാനേജ് ചെയ്യുന്നത്, ആത്മാവിൽ നിറഞ്ഞവരല്ല. കൃപാവരങ്ങളെക്കാൾ കൂടുതൽ പാണ്ഡിത്യമാണ് ഇന്ന് സഭകളെ നയിക്കുന്നത്, മാനുഷികമായ കഴിവുകളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക, കൃപാവരങ്ങളാൽ അലങ്കരിക്കപ്പെടുക, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുക, ഇങ്ങനെ ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ, ശരിയായ ഒരു ആരാധനയിലേക്ക് സഭയിൽ ഓരോരുത്തരും കടന്നു പോവുക, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഒരു വ്യവസ്ഥ സഭയ്ക്കുണ്ടാവുക, ഒരു ബുദ്ധിയോടുകൂടിയുള്ള ഒരു ആരാധന സഭയിൽ ഉണ്ടാവുക, അതുപോലെ ഒരു പ്രോപ്പർ ഡിസിപ്ലിനിങ്. ഇത് ഇന്നത്തെ സഭകളിലെല്ലാം നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത് എളുപ്പമല്ല ഇംപ്ലിമെന്റ് ചെയ്യുവാനെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തായിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒഴുക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ജീവജല നദികൾ ഒഴുകുന്നത് പോലെ നമ്മളിൽ ഒഴുകേണ്ട ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ ഇന്ന് വളരെയധികം കുറയുകയും നമ്മൾ ദരിദ്രരായി പോവുകയും വരണ്ടുണങ്ങി പോവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. ആത്മാവിനെ ചില വൈകാരിക പ്രകടനങ്ങളാക്കി നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ആത്മാവ് ഫ്രീ ആയിട്ട് ഓരോ മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുകയും ഓരോ മനുഷ്യനെയും ക്രിസ്തുവിനെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളെ കുറച്ച് എക്സ്യൂബറൻസ് ആയിട്ട് ഒതുക്കുവാൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കും. അതായത് എക്സ്റ്റാറ്റിക് എക്സ്യൂബറൻസ്, നമ്മൾ കുറച്ചു നേരം എൻജോയ് ചെയ്യുന്ന എൻജോയ്മെന്റ് അല്ല പരിശുദ്ധാത്മാവ്. ഒരു സഭയെ കൂടി വരുമ്പോൾ മാത്രമല്ല സഭയുള്ളത്, സഭ എപ്പോഴും ഉണ്ട്. സഭ ഒരു ഓർഗാനിസമാണ്, അത് എപ്പോഴും നിലനിൽക്കുന്നു. അത് നമ്മൾ ഉറങ്ങുമ്പോഴും സഭയുണ്ട്, ആ കൂട്ടായ്മ, ആ ചർച്ചുണ്ട്, നമ്മളെപ്പോഴും വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനം തന്നെയാണ്. അപ്പൊ ചർച്ച് എന്ന് പറയുന്ന 2-3 മണിക്കൂറുള്ളൊരു പ്രോഗ്രാം അറേഞ്ച്മെന്റ് അല്ല. ചർച്ച് എന്ന് പറയുന്ന ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്നതുവരെയും അവരോട് ശുശ്രൂഷിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശരീരമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയുടെ അധികാരം, സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീകമായ സ്വാതന്ത്ര്യം, ശുശ്രൂഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്ന ഒരാൾക്കാണ് ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ സഭയ്ക്ക് ഞാൻ കീഴടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. അവരെന്നോട് സംസാരിക്കരുത്, നിങ്ങൾക്ക് അതിനുള്ള പ്രാഗൽഭ്യമില്ല എന്ന് എൻ്റെ സഭ എന്നോട് പറഞ്ഞാൽ ഞാൻ ലോകത്ത് ആരോടും സംസാരിക്കില്ല. കാരണം അത് ദൈവത്തിന്റെ ന്യായവിധി തന്നെയാണ്, ദൈവത്തിന്റെ ഡിസിപ്ലിനിങ് ആണ്. നിശബ്ദരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദനായിരിക്കണം. കാരണം ആ ഡിസിപ്ലിന് ഞാൻ സബ്മിറ്റ് ആകുന്നത്, ഏതെങ്കിലും ഒരു സഭയുടെ ഡിസിപ്ലിനിങ്ങിന് സബ്മിറ്റ് ആകാതെ പ്രസംഗിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷിച്ച് നടക്കുന്ന, പ്രവചിച്ച് നടക്കുന്ന അനേകം ആളുകൾ ഇന്ന് ചുറ്റുമുണ്ട്. അവരെല്ലാ ചർച്ചിന്റെ മുകളിലാണെന്ന് അവർ ചിന്തിക്കുന്നു. നമുക്കറിയാം, പല ഡയറക്ടേഴ്സ് ബോർഡ് ചിന്തിക്കുന്ന അവർ സഭയുടെ മുകളിലാണെന്നാണ്. ശരിയാണ്, സംഘടനയുടെ മുകളിലാണ്. പക്ഷെ സഭയുടെ തല ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ ആരുമില്ല. എല്ലാവരും ഒരു ലോക്കൽ സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നവരാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ലോക്കൽ സഭയ്ക്ക് അയാളുടെ മേൽ കർത്തൃത്വം ഉണ്ടാകണം. അതിലും വലിയ ഒരു ശുശ്രൂഷകൻ ഇന്ന് ലോകത്തിലില്ല. ഏത് ശുശ്രൂഷകനായാലും he should be submitted to a local church and the local church should have the authority to discipline him. ഇത് ആ ഒരു ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് എല്ലാ സഭകളിലും ഉണ്ടെങ്കിൽ അതൊരു സ്നേഹപൂർണമായ ഡിസിപ്ലിനിങ്, മച്യൂർ ആയിട്ടുള്ള ക്രിസ്ത്യൻസിന്റെ കൗൺസിലിങ്ങും ഡിസിപ്ലിനിങ്ങും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലെസ്സിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് സുവിശേഷകരായിട്ട് പോകുമ്പം
എന്നോട് കർത്താവ് ആദ്യം പറഞ്ഞത്, നീ ഒരു ഒരു സഭയ്ക്ക് സബ്മിറ്റ് ചെയ്ത് പോകാനായിരുന്നു, അല്ലാതെ പോയി അവിടുത്തെ രാജാവാകാനല്ല. ഐ ഷുഡ് ബി ആൻസറബിൾ ടു എ ചർച്ച്. അതുകൊണ്ട് എന്നെ തിരുത്താനും എന്നോട് ഇങ്ങോട്ട് പാടാന്ന് പറയാൻ അധികാരമുള്ള ആളുകളെ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പോയത്. കാരണം എനിക്ക് എന്നെയാണ് പേടി, വേറെ ആരെയും എനിക്ക് പേടിയില്ല. ഐ വാസ് അഫ്രൈഡ് ഓഫ് മൈസെൽഫ് ഡൈഗ്രസിങ് ഓർ ഗോയിങ് അവേ ഫ്രം ദാറ്റ് പാത്ത്. അത് അങ്ങനെ പോകുന്ന കണ്ടാൽ എന്നെ തിരുത്താൻ ആളുകൾ വേണമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. ബിക്കോസ് ഡിസിപ്ലിനിങ് ഈസ് പാർട്ട് ഓഫ് അവർ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്കൊന്നും അത്ര മെച്യൂരിറ്റി ഉണ്ടാകുന്നില്ല. ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ള ആളുകൾ ക്രിസ്തു എന്ത് പറയും, കർത്താവായിരുന്നെങ്കിൽ എന്ത് ചിന്തിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുവാൻ പരിജ്ഞാനമുള്ള ആളുകളാണ് നമുക്ക് മൂപ്പന്മാരായിട്ട് വേണ്ടത്, എൽഡേഴ്സായിട്ട് വേണ്ടത്. അവരെയാണ് ശുശ്രൂഷ ഏൽപ്പിക്കേണ്ടത്, അല്ല മാനുഷിക ബുദ്ധിയുള്ളവരെയല്ല. പ്രായോഗികമായി പലപ്പോഴും ക്രിസ്തുവിന്റെ പരിജ്ഞാനം വർക്ക് ചെയ്യില്ല. ഇപ്പൊ ഒരു സഹോദരൻ പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ ഡിസിപ്ലിൻ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പോലീസുകാരെ പോലെയാണ്. ആ സഹോദരനെ പുറത്താക്കാതെ ഇവർക്കൊരു സമാധാനമില്ല. പലപ്പോഴും പല ചർച്ചയിലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ കൂടെ ഒന്നിരുന്ന് ആരാധിക്കാൻ പറ്റില്ല ബ്രദറെ. കാരണം എന്താ? ഞാനൊരു പരീക്ഷനും അയാളൊരു ചുങ്കക്കാരനാണ്, അതാണ് എൻ്റെ റീസൺ. അപ്പോൾ ഞാൻ അയാളുടെ കൂടെ ഞാൻ ആരാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം അവനെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ ചെയ്യാനുള്ള ശുശ്രൂഷകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് വേണ്ടത്. അപ്പൊ ഡിസിപ്ലിനിങ് എപ്പോഴും സ്നേഹത്തോടു കൂടി ആയിരിക്കണം. ഈ സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ പോരുത്, പ്രാർത്ഥിക്കാനും പോരുത്. കാരണം മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഏത് മഹാപുരോഹിതനും ജനത്തിനു വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ ആ ജനത്തോട് കരുണയില്ലെങ്കിൽ ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്കൊരു ദേശത്തോട് കരുണ തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾക്കൊരു കൂട്ടരോട് കരുണ സ്നേഹം തോന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ്. ആ പ്രാർത്ഥനയിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ചില ആൾക്കാർ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേൾക്കാം, അവനെ നേരെയാക്കി എടുക്കണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് സ്നേഹമല്ല, പല്ലുറുമ്പലാണ് വെളിയിലോട്ട് വരുന്നത്. അതൊന്നും ദൈവം കേൾക്കുന്നില്ല. കാരണം നമ്മുടെ മൈൻഡാണ് ദൈവം വായിച്ചുകൊണ്ടിരിക്കുന്നത്, നോട്ട് അവർ വേർഡ്സ്. ബുദ്ധിയില്ലാത്ത മനുഷ്യരാണ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിച്ച ശബ്ദങ്ങളൊക്കെ ശരിയായെന്നുള്ളതല്ല, ഹൃദയത്തിനകത്തുള്ള ഞരക്കം എന്താണെന്ന് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഡിസിപ്ലിനിങ് എന്ന് മാത്രമല്ല, ചർച്ചിന്റെ ഓരോ പ്രവൃത്തികളും, ചർച്ചിന്റെ ഓരോ നടപടികളും സ്നേഹത്തിൽ നിന്ന് മാത്രമാകണം. അപ്പോൾ ഒരു ചർച്ച് കാറ്റുപോലെയാണ്. ഒരു ചർച്ച് കാറ്റുപോലെ ആയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടത്തെ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. വ്യക്തികൾ മാത്രം കാറ്റുപോലെ ആയാൽ പോരാ, ചർച്ചും കാറ്റുപോലെ ആകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്താൽ നടത്തപ്പെടുമ്പോൾ നമ്മുടെ അജണ്ടകളല്ല, ദൈവം നടത്തുന്ന വഴിയേ അത് പോകണം. അപ്പോൾ ഓരോ സമയത്തും ദൈവം നടത്തുന്ന വഴിയേ പോകണമെങ്കിൽ വലിയൊരു മരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ഒരു എക്സാമ്പിൾ എടുക്കും. ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. എനിക്ക് കാറ്റ് പോലെ വീശുന്നതിനുള്ള തടസ്സം എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ സെൻസാണ്. ഈ പ്രാക്ടിക്കൽ സെൻസ് കാരണമാണ് പലപ്പോഴും കർത്താവ് പറയുന്ന രീതി നമുക്ക് പോകാൻ പറ്റാത്തത്. ഉദാഹരണത്തിന് കർത്താവ് പറയാണ്, നീ ഇന്നാരെ വിവാഹം കഴിക്കണം എന്ന് കർത്താവിൻ്റെ ഒരു ലീഡിങ് ഉണ്ടായെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ പഠിച്ച പല കാര്യങ്ങളുണ്ട്. ഈ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിലുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടുംബ ബന്ധത്തെ ബലപ്പെടുത്താനും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകാനും വേണ്ടിയാണ് വിവാഹം എന്നാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ തമ്മിൽ പെർഫെക്റ്റ് ഐക്യം ഉണ്ടാകണമെങ്കിൽ അതേ ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആളെ കല്യാണം കഴിക്കണം. ഇത് ദൈവത്തിന്റെ ബുദ്ധിയാണോ മനുഷ്യന്റെ ബുദ്ധിയാണോ? മനുഷ്യന്റെ ബുദ്ധിയാണ്. കാരണം ദൈവം കൂട്ടിയോജിപ്പിക്കുന്നത് സംസ്കാരങ്ങളെ വെച്ചിട്ടല്ല, ആത്മാവിനെ വെച്ചിട്ടാണ്.
ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കുന്ന സംസ്കാരം, ഒരേ വിദ്യാഭ്യാസം, ഒരേ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ നോക്കിയാണ് ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കുന്നത്. ദൈവം കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അത് ആത്മാവിനാൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ആത്മാവിന്റെ യൂണിറ്റിയാണ് കർത്താവ് കൊണ്ടുവരുന്നത്, സംസ്കാരത്തിന്റെയും ജാതിയുടെയും യൂണിറ്റി അല്ല. അപ്പോ ദൈവം ഒരു സഭയെ നടത്തുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സഭയിൽ മനുഷ്യന്റെ യൂണിറ്റി അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ യൂണിറ്റിയാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ ആത്മാവാണ് അവിടെ ഭരിക്കേണ്ടതും നടത്തേണ്ടതും. അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ഡിസിപ്ലിൻ ചെയ്യാൻ ശക്തിയുള്ള, വചനത്തിൽ അടിസ്ഥാനമുള്ള, കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവിന്റെ കൃപാവരങ്ങളാൽ നമ്മൾ നടത്തപ്പെടുക എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ അജണ്ടകൾ പൊളിഞ്ഞു പോകുന്നുള്ളതാണ്. ഈ അജണ്ടകൾ പൊളിഞ്ഞു പോവാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മുടെ മരണമാണ് ക്രിസ്തുവിന്റെ ജീവൻ. അവന്റെ മരണത്തിലും അവന്റെ പുനരുത്ഥാനത്തിലും ഞാൻ പങ്കാളിയാകുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളോടും എൻ്റെ പദ്ധതികളോടും ഞാൻ മരിക്കുമ്പോഴാണ് ഞാൻ കാറ്റുപോലെയാകുന്നത്. ഐ എം അവൈലബിൾ ഫോർ ഗോഡ് ടു ബി ക്യാരിഡ് എനിവെയർ, ഇൻ എനി ഫോം, ഇൻ എനി പ്ലേസ്. ഇത് ശരിക്കും ഏത് രീതിയിൽ വേണമെങ്കിലും അത് നമ്മുടെ ഒരു മരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പദ്ധതികളുടെ മരണം, കർത്താവിന് സബ്മിറ്റ് ചെയ്യുന്ന കാറ്റിന്റെ സ്വഭാവം. ഇനി അവശേഷിക്കുന്ന 2-3 ഒത്തിരി മാർക്കുകളുണ്ട്. ഞാനിതെല്ലാം പറയാൻ നമുക്ക് സമയം തികയാത്തതുകൊണ്ടും വളരെ പ്രധാനമായിട്ട് ഇന്നത്തെ സഭകൾ മനസ്സിലാക്കിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ പുൾപിറ്റിൽ നിന്ന് അല്ലെങ്കിൽ സൂമിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേൾക്കുക. നമ്മുടെ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. ഈവാഞ്ചലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സഭയ്ക്കകത്തുള്ളവരുടെ പരസ്പരമുള്ള ശുശ്രൂഷ. ഈവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ ബേർഡൻ സഭയുടെ മേലാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു അമേരിക്കനൈസ്ഡ് അല്ലെങ്കിൽ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള മിഷൻ ബോർഡുകളാണ് ഈ മിഷന്റെ ഭാരം എടുക്കുന്നത്. പക്ഷെ ശരിക്കും അതൊരു സഭയുടെ ഭാരമാണ്. ഇന്ന് സഭകളുടെ ഭാരം എങ്ങനെയെങ്കിലും നല്ല കെട്ടിടം പണിയുക. സഭകളുടെ ഭാരം ഞാൻ പറയട്ടെ, നല്ല കെട്ടിടം പണിയുക, നല്ല മൈക്ക് സിസ്റ്റം പോരെങ്കിൽ കുറച്ചുകൂടെ നല്ല മൈക്ക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കുക, നല്ല വർഷിപ്പ് ടീമിനെ അസംബിൾ ചെയ്യുക, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂത്ത് പ്രോഗ്രാം നടത്തുക, ചിൽഡ്രൻസ് പ്രോഗ്രാം നടത്തുക, വിമൻസ് പ്രോഗ്രാം നടത്തുക, പിന്നെ വല്ലപ്പോഴും ഒരു ബൈബിൾ സ്റ്റഡി നടത്തുക, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥന നടത്തുക, ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് ആ ഉപവാസ പ്രാർത്ഥന കുളമാക്കുക. ഇതൊക്കെയാണ് സഭയുടെ പ്രധാനപ്പെട്ട അജണ്ടകളായിട്ട് ഇന്ന് നടപ്പാകുന്നത്. സുവിശേഷം പറയുന്നതൊക്കെ പ്രത്യേക ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻസ് ആണ്. അതായത് ഈ സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, മിഷൻ സംഘടനകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലെ ഓരോരുത്തരിലും സുവിശേഷത്തിന്റെ ഭാരമുണ്ടായി, സുവിശേഷകരെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, ലോകമെമ്പാടും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ സഭയുടെ പ്രധാന അജണ്ട ഇവാഞ്ചലിസം ആയി കഴിഞ്ഞാൽ, അതായത് ഔട്ട്വേർഡ് വേൾഡിനോടുള്ള അജണ്ട, ലോകത്തോടുള്ള നമ്മുടെ ബേർഡൻ, അത് സുവിശേഷീകരണമായി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ റിസോഴ്സസ് അങ്ങോട്ട് മാറും എന്നുള്ളതാണ്. ഈ ഒരു സുവിശേഷീകരണത്തിന് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുമ്പോൾ സഭയ്ക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാകും. സഭയുടെ പ്രധാനപ്പെട്ട നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം. ഇപ്പോൾ ഒരു മാസം 2-3 ലക്ഷം രൂപ സാലറി മേടിക്കാൻ, ഡോളറിലാണ്, 2-3 ലക്ഷം രൂപ സാലറി മേടിക്കാൻ കഴിവുള്ള ഒരാള് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ആ 3 ലക്ഷത്തിന്റെ ദശാംശം 30,000 ഇങ്ങോട്ട് കിട്ടേണ്ട സ്ഥാനത്ത് നമ്മൾ അങ്ങോട്ട് 30,000 കണ്ടെത്തി അവർക്ക് കൊടുക്കേണ്ടി വരും. ഫോർ എ ചർച്ച് ഇറ്റ്സ് എ ബേർഡൻ.
അങ്ങനെ ഈ യൗവനക്കാര് സുവിശേഷീകരണം എന്നുള്ളത് സഭയുടെ ഒരു ഫോക്കസ് ആയി കഴിഞ്ഞാൽ വലിയ ലോസ് സഭയ്ക്കതുണ്ടാവും. പക്ഷെ അത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ്, ടു റിവീൽ ടു ദ വേൾഡ് ഹൂ ജീസസ് ഈസ്. അത് ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് മിഷണറിമാരെ പറഞ്ഞു വിടുവാൻ ചർച്ചിന് സാധിക്കണം. ഇത് നമ്മുടെ ഒരു ബേർഡനായിട്ട് മാറണം. ഒരു വർഷിപ്പ് പ്രോപ്പറായിട്ട് നടന്നു എന്ന് മാത്രം പോരാ. വി നീഡ് ടു ബി വിറ്റ്നസസ് ഓഫ് ദ ലോർഡ്. അപ്പൊ സഭയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തോടും ദൂരെയുള്ള ലോകത്തോടും അവർക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിനെ സാക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനൊന്ന് ലൈഫ് കൊണ്ടുള്ളൊരു വിറ്റ്നസും, ആ സഭയെ, നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ കാണുമ്പോൾ തന്നെ, അപ്പൊ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നീ വെള്ള വസ്ത്രത്തിലോട്ട് പോകരുത്, അവരുടെ ഇടപെടലുകളും അവരുടെ സ്വഭാവവും അവരുടെ നേച്ചറും കാണുമ്പോൾ തന്നെ അവർ ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് മനസ്സിലാവണം എന്ന് മാത്രമല്ല, അവരുടെ ശബ്ദങ്ങളിലൂടെയും ഈ വചനം എല്ലായിടത്തും ഘോഷിക്കപ്പെടണം. അപ്പോൾ ഇവാഞ്ചലിസ്റ്റിക് ഔട്ട്ലുക്ക് എല്ലാ ചർച്ചുകൾക്കും ഉണ്ടാകണം. എ പ്രോപ്പർ ചർച്ച് വിൽ ഓൾവേസ് ബി വർക്കിംഗ് ഫോർ ഇവാഞ്ചലിസം, ഇവാഞ്ചലിസ്റ്റിക് എഫേർട്സ്. അതുപോലെ തന്നെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരിലേക്ക് കടന്നു പോകാൻ ഇതെന്താണ് ഇതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശുശ്രൂഷകർ പലപ്പോഴും യുവാക്കൾക്ക് നൽകുന്ന ലോകത്തെക്കുറിച്ചുള്ള ബ്രൈറ്റ് പിക്ചർ സക്സസിന് വേണ്ടി അവരെ പ്രചോദിപ്പിക്കും. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് എന്നെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വിളിച്ചു. അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടിവേഷൻ, എൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ താഴെ എഴുതിയിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കർ. ഞാൻ ആകെ ഞെട്ടിപ്പോയി. അവിടെ ചെന്നിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, ഞാൻ മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. എൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകാനാണ് സാധ്യത. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടും ഒരു പ്രയോജനം ഇല്ലെന്നാണ്. ഇതൊരു വലിയ ഡീമോട്ടിവേഷനാണ്. ഇവിടെ എന്ത് സമ്പാദിച്ചാലും ഒരു നിമിഷം കൊണ്ട് ഇത് അസ്തമിച്ചു പോകും. തലയിൽ ഒരു തേങ്ങ വീണാൽ എത്ര വലിയ PhD എടുത്ത ആളായാലും 4, 3 എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ കഷ്ടപ്പെടും. ഇത് ഒരു തട്ട് കിട്ടുന്നവരേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസം. ഒരു ചെറിയ വൈറസ് നമ്മളെ ആക്രമിക്കുന്നത് വരെ ഉള്ളൂ. നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ അച്ചീവ്മെന്റ്സ്, കർത്താവ് എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് വൈബ്രേഷനോട് കൂടി സ്തോത്രം പറയുന്ന അച്ചീവ്മെന്റ്സ് ഒറ്റ തട്ട് കിട്ടിയാൽ പോകുന്ന കാര്യങ്ങളാണ് മൊത്തം. അത്ര ഫിക്കിലാണ്. നിങ്ങളിപ്പോ മോട്ടിവേറ്റഡ് ആയോ ഡീമോട്ടിവേറ്റഡ് ആയോ? അതുകൊണ്ട് ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത് വെറുതെയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറാണോ ഡീമോട്ടിവേഷണൽ സ്പീക്കറാണോ? ഇന്ന് സംഭവിക്കുന്നത്, നമ്മളെല്ലാം പിള്ളേരെ ജീവിതത്തിൽ ജയിക്കാൻ പഠിപ്പിക്കുമ്പം തോറ്റുപോകുന്നത് നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെടുത്താനാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ദൂരെ ഇരിക്കുന്ന ഏതെങ്കിലും മിഷണറിക്ക് പൈസ കൊടുക്കുന്ന മാനേജർമാർ മാത്രമേ ആവുള്ളൂ. നിങ്ങൾ മിഷണറിമാരോ ഇവാഞ്ചലിസ്റ്റുകളോ ഒന്നും ആവില്ല. അങ്ങനെ ആകുന്ന പിള്ളേർ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അവരെ ജീവിതം നഷ്ടപ്പെടുത്താൻ പഠിപ്പിക്കണം. ഇന്ന് വരെ പോയിക്കൊണ്ടിരുന്ന ആ ഡയറക്ഷന് നേരെ എതിരെ നീന്തിയാൽ മാത്രമേ നമുക്ക് അവരെ ഈ ലൈഫിൽ നിന്ന് ഡീമോട്ടിവേറ്റ് ചെയ്ത് കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനാലുള്ള ആത്മാവിനാലുള്ള ശുശ്രൂഷയുടെ തലത്തിലേക്ക് ഒരാളെ പറഞ്ഞു വിടണമെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള ഡീമോട്ടിവേഷൻ അയാൾക്ക് ലഭിക്കണം. അതിലെ കാര്യമല്ലെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ വിലയേറിയതാണ് കർത്താവിന്റെ വിളി എന്ന് മനസ്സിലാവണം. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ലൈഫിനെ കുറിച്ച് മോട്ടിവേറ്റഡ് ആണ്. ഈ ലോകം അന്വേഷിക്കുകയാണ്, ഇവിടുത്തെ ജീവിതം അന്വേഷിക്കുകയാണ്. അതിനിടയിലാണ് ചില ആൾക്കാർക്ക് വിളി കിട്ടുന്നത്. എന്ത് വിളി? സുവിശേഷ വേലയ്ക്കുള്ള വിളി കിട്ടുന്നത്. ഈ സുവിശേഷ വേലയ്ക്കുള്ള വിളി കിട്ടുമ്പോഴും ഉള്ളിൽ കിടക്കുന്നത് ലോകത്തെക്കുറിച്ചുള്ള മോട്ടിവേഷൻസ് ആണ്. എനിക്കിവിടെ സമ്പാദിക്കും. പക്ഷെ അതിന് സുവിശേഷ വേല ഒരു ആയുധമായിട്ട് കുറെ കഴിയുമ്പോൾ ഇവർ ഉപയോഗിക്കും. കാരണം അവർക്ക് ലോകം വെറുക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് അല്ല കൊടുക്കുന്നത്, ലോകത്തിലേക്ക് ആകർഷിക്കുന്ന ടീച്ചിങ്. ഈ ലോകത്തിലേക്ക് ആകർഷിക്കുന്ന ടീച്ചിങ് വർദ്ധിക്കും തോറും വി വിൽ നെവർ പ്രൊഡ്യൂസ് ഇവാഞ്ചലിസ്റ്റ് ഓർ മിഷണറീസ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു മിഷനെ പൈസ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ആ മിഷണറി ആയിട്ട് പോകാൻ നമ്മുടെ ഒരു ജീവിതത്തെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ വിറ്റ്നസിങ് എന്ന് പറയുന്നത് ഒരു സഭയുടെ മുഖമായിട്ട് മാറണമെങ്കിൽ ആ പ്രീച്ചിങ്ങിന്റെ ബേസിക്സ് ഈ ലോകത്ത് നിന്ന്
മാറണം. ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്ന് മാറണം. സക്സസിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യരുത്. ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച് പാസ്സായാൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറയാം. പക്ഷെ ഇത് വലിയ ആനക്കാര്യമായി അവതരിപ്പിക്കരുത്. അത് വലിയ ആനക്കാര്യമല്ല. വലിയ മാർക്ക് മേടിക്കുന്നതും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് ആനക്കാര്യമല്ല. ആനക്കാര്യം എന്നുള്ളത് അമേരിക്കയിലുള്ള മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതൊരു ആനക്കാര്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിന് ആവശ്യമില്ലാത്ത ഗ്ലോറിഫിക്കേഷൻ, വിദ്യാഭ്യാസത്തിന് കിട്ടുന്ന ഗ്ലോറി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പെന്തക്കോസ്തുകാർക്ക് ഒരു കാലത്ത് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവര് സാധാരണക്കാരായ ആൾക്കാരാണ് അതിനകത്ത് ചേർന്നത്. എന്നാൽ പിന്നീട് ഈ വിദ്യാഭ്യാസം ഇതിനകത്തോട്ട് കടന്നു വന്നപ്പോഴേക്കും അതിനോടൊരു അതിഭയങ്കരമായ ആകർഷണം. അതായത് അത് നമുക്ക് വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. പക്ഷെ അതിനൊരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഐഡലേറ്ററിയിലോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ അറിവിനെ, ലോക സംബന്ധമായ അറിവിനെ ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഗെറ്റ് മോർ ആൻഡ് മോർ മോട്ടിവേറ്റഡ് അബൌട്ട് ഏണിംഗ് മണി, അക്വയറിംഗ് നോളജ്. അങ്ങനെ ലോകത്തിന്റെ പാറ്റേണിലേക്ക് ആൾക്കാർ പോയി. നമ്മൾ എത്ര ഈ ലോകത്തെക്കുറിച്ച് നശ്വരമെന്ന് പ്രസംഗിച്ചാലും എനിക്ക് ഉറപ്പാണ് കുറെ ആൾക്കാർ ആ വഴിക്കേ പോകുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് കുറെ ആൾക്കാരെങ്കിലും ഈ ലോകം എനിക്ക് യോഗ്യമല്ല എന്ന് കണ്ടെത്തും. ആ ലോകം എനിക്ക് യോഗ്യമല്ല എന്ന് കണ്ടെത്താൻ നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ കാറ്റ് പോലെ പോകുള്ളൂ. അത് നമുക്ക് ധൈര്യമില്ല. എൻ്റെ പിള്ളേർ പോകണ്ട, അപ്പുറത്തെ പിള്ളേരെല്ലാം മോട്ടിവേറ്റഡ് ആയിക്കോട്ടെ എന്നാണ് ഇന്ന് പൊതുവെ പെന്തക്കോസ്തുകാരുടെ ധാരണ. എൻ്റെ പിള്ളേർ കുറച്ച് സമ്പാദിച്ചിട്ട് ആ പിള്ളേർക്ക് മാസം തോറും കൊടുക്കട്ടെ. എത്ര നല്ല മനോഹരമായ ആശയം. ഇതാണ് ഇന്ന് എല്ലാവരുടെയും മിക്കവാറും ആളുകളുടെ മനസ്സിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിലേക്ക് കൊടുക്കുന്നത് നല്ലതാണെങ്കിലും ഒരു സുവിശേഷകനായി പോകുന്നതിന് തുല്യമല്ല അതൊന്നും. അപ്പൊ ഒരു സഭയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ലോകം അവസാനിക്കാൻ പോവുകയാണ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാണല്ലോ. ഞാൻ ഒരു മിഷൻ സംഘടനയെ കുറിച്ച് ഒരു 3-4 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. അവരുടെ ചില പരിപാടികളായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ശുശ്രൂഷയിലെ സമയത്ത് ഇങ്ങനെ അവർ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. 1972 ലോകത്തിൽ മുഴുവൻ നോക്കി കഴിഞ്ഞാൽ 25,000 തരം ആൾക്കാർ, 25,000 ട്രൈബ്സ് ആണ് മൊത്തം ഉണ്ടായിരുന്നത്. ആ 72-ൽ 13,000 ട്രൈബ്സിന്റെ അടുത്തും വചനം ചെന്നിരുന്നു. 1972-ൽ 12,000 ട്രൈബ്സ് വചനം കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2018 ആയപ്പോഴേക്കും വചനം കേൾക്കാത്ത ട്രൈബ്സ് വെറും 500 കുറഞ്ഞു. ദാറ്റ് മീൻസ് അത്രയും സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. സകല ജാതികളിൽ നിന്നും കർത്താവിന്റെ വരവിൽ ആളുകൾ ഉണ്ടാകണം. അപ്പോൾ ഈ അവശേഷിക്കുന്നിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള, അതായത് ഈ ഒരു മിഷനിലേക്കും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ കർത്താവിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ആ ഒരു മിഷനിലേക്കും ഒരു സഭയുടെ കണ്ണ് തിരിയണം. എല്ലാ സഭകളുടെയും കണ്ണ് തിരിയേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു ചർച്ച് കർത്താവിന്റെ ശരീരമായി ഇരിക്കുന്നിടത്തോളം കാലം ആ രക്ഷയുടെ ആനന്ദം അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ചെയ്യുവാനും അവർ നിയോഗിക്കപ്പെട്ടവരാണ്. ഇത് ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ, ഇവാഞ്ചലിസം ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ, അതുപോലെയോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി സഭയ്ക്കുണ്ട്. അത് കർത്താവിന്റെ സഭയ്ക്ക് അകത്തുള്ള ആളുകളുടെ സുസ്ഥിതിയാണ്, ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരിക്കൽ കൂടി അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടി അവരുടെ കയ്യിലുള്ള പൈസയെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് അവരുണ്ടാക്കുന്ന കപ്പയും മീനും ഇറച്ചിയൊക്കെ കഴിച്ച് അവരുടെ വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോരുന്ന ഫെലോഷിപ്പ് അല്ല. നമ്മുടെ ഇടയിൽ ആഹാരമില്ലാതെ ഒരാൾ ഉണ്ടാകരുത്, കുട്ടികൾക്ക് പഠിക്കാനും പറ്റാതെ ആരും ഉണ്ടാകരുത്, രോഗികളായിട്ട് പൈസ ഇല്ലാതെ ആരും ഉണ്ടാകരുത്. അത്
ആ സഭ കരുതാൻ ബാധ്യതയുണ്ട്. ഓരോ സഭയ്ക്ക് ഓരോ വീട്ടിലും ആഹാരം ഉണ്ടെന്നും അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും കരുതാനുള്ള ബാധ്യത സഭയ്ക്കുണ്ട്. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ. പക്ഷെ സഭ പാസ്റ്റേഴ്സിന് കൊടുക്കുന്നത് നമുക്കറിയാം. പക്ഷെ അതാത് സഭയിലെ വിശ്വാസികൾക്ക് ഈ ഓഫർട്ടറി പണം, സഭയിൽ വരുന്ന പണം വിതരണം ചെയ്യപ്പെടുന്ന അറിയോ? അതായത് ദൈവത്തിന്റെ സഭയിൽ ഇല്ലായ്മയിൽ കഷ്ടപ്പെടുന്നവർ, ഞാൻ നല്ലപോലെ ആഹാരം കഴിച്ച്, അതാണ് ഈ കർത്തൃമേശയെ കുറിച്ച് പൗലോസ് പറയുമ്പോഴും യാക്കോബ് പറയുമ്പോഴും, നമ്മുടെ അടുത്തേക്ക് ഒരാൾ ദരിദ്രനായി വന്നിട്ട് സഹായം ചോദിക്കുമ്പം പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് പറഞ്ഞു വിടുകയല്ലാതെ അവന്റെ ആവശ്യങ്ങളോട് സഹകരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയില്ല. അവനുമായിട്ട് ഒരു കൂട്ടായ്മയില്ല. ഒരു ചർച്ചിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും ആഹാരം കഴിക്കാനും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഇല്ലായ്മ പരിഹരിക്കാൻ ആ സഭയ്ക്ക് ദൈവം തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് പറയിപ്പിച്ചത്. അന്നത്തെ ആഹാരം എനിക്ക് തരണേന്നല്ല പറയാം, അന്നത്തെ ആഹാരം എന്റെ വീട്ടിൽ കൊണ്ടുവരണേന്നുമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അന്നന്ന് വേണ്ട ആഹാരം നൽകണമേ. അപ്പൊ സഭ മടിക്കരുത് പാവങ്ങൾക്ക് എടുത്ത പൈസ കൊടുക്കാൻ. ഇന്ത്യയിലെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അമേരിക്ക പാവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്കറിയില്ല എന്തുമാത്രം ചാരിറ്റി ആവശ്യം വരുമെന്ന്. ഒരുപക്ഷെ ഒരാൾ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നു, ഒരാൾ രോഗിയായി കഷ്ടപ്പെടുന്നു, സമ്പത്ത് കണ്ടെത്താൻ പറ്റുന്നില്ല. നിങ്ങൾ സഹോദരങ്ങളാണെങ്കിൽ അങ്ങോട്ട് അത് എത്തിയേ പറ്റുള്ളൂ. ഞാനിത് അമേരിക്കയിലെ ഒരു സഭയോട് പറയേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കാം കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ സഭകൾക്ക് അതുപോലെ തന്നെ ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യക്കാർക്കൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ എടുത്ത് ചെലവാക്കില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കും. കാരണം അതൊരു പ്രത്യേക സ്വഭാവമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അവരുടെ കയ്യിലുള്ള പൈസ ദൈവം അവർക്ക് കൊടുത്താണ്, അത് ബാങ്കിലോട്ട് പോകും. ഇനി ചാരിറ്റി വല്ലതും ചെയ്യണമെങ്കിൽ അത് അമേരിക്കയിൽ നിന്നോ മറ്റേതെങ്കിലും ഗൾഫിൽ നിന്നോ NRIs ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു എന്താ പറയുന്നത്, ഒരു കുനിഷ്ഠ ചിന്തയാണ് ശരിക്കും. നമ്മുടെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്നതും പങ്കുവെക്കുന്നതും രണ്ടുള്ളവനൊന്നും ഇല്ലാത്തവരും വരെ. നമുക്കറിയാം, ആ ഒരു വൃദ്ധയായ വിധവ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുമ്പം പൈസ ഇടുന്ന ഒരു സംഭവം, അവിടെ 2 നാണയങ്ങളാണ് ആ സഹോദരി ഇടുന്നത്. അത് 2 നാണയങ്ങൾ ആണ് ആ ഒരു കാശിനൊക്കുന്നത്. അപ്പോ ഈ 2 നാണയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിൽ 2 50 രൂപ നോട്ട്, ഇപ്പൊ നമ്മളൊരു ചർച്ച ചെന്ന് കഴിയുമ്പം സ്തോത്രാഴ്ച ഇടണമെന്ന് വിചാരിച്ചോ, 100 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പാത്രം വരുന്നു, എൻ്റെ കയ്യിൽ ഒരു 100 രൂപ നോട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ 100 രൂപ നോട്ട് ഇടുന്നതിനകത്ത് ഓക്കെ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സാക്രിഫൈസ്, തീർച്ചയായിട്ടും. പക്ഷെ 2 50 രൂപ നോട്ടായിട്ടാണ് 100 രൂപ ഇരിക്കുന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? 2 50 രൂപ നോട്ടായിട്ടായിരിക്കുന്നെങ്കിൽ ഒരു 50 രൂപ നോട്ട് നമുക്ക് തിരിച്ചു പോകാനും മറ്റു അത്യാവശ്യത്തിനും പോക്കറ്റിൽ വെച്ചിട്ട് അതിലൊരു 50 രൂപ നമ്മൾ ഇടുകയുള്ളൂ. പക്ഷെ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 50 രൂപ നോട്ട് ഉണ്ടായിരുന്നതിനകത്ത് ഒന്ന് അവിടെ കിടക്കട്ടെ, ഒന്ന് എൻ്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാതെ അതും ഇട്ടു, ജീവിതത്തിനുള്ളത് ഇട്ടു, മുഴുവനും ഇട്ടു. സാക്രിഫിഷ്യലാണ് എല്ലാ ഗിവിങ്ങും സാക്രിഫിഷ്യലാണ്. ഈ സാക്രിഫിഷ്യലായിട്ട് നമ്മുടെ ചർച്ചിലെ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കടമയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിൽ ഇടയിൽ പട്ടിണിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ദൂരെയുള്ളവരെ കുറിച്ച് ആലോചിക്കരുത്. നമ്മുടെ ഇടയിൽ പട്ടിണി ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ, നമ്മുടെ ഇടയിൽ രോഗികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെലവ് വഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിനുള്ളൊരു കടമയുണ്ട്. കാരണം നമ്മൾ സഹോദരങ്ങളാണ്. ഇത് രണ്ടും ഞാൻ സഭയുടെ ഒരു മിഷനെ കുറിച്ചാണ് പറഞ്ഞത്. മിഷൻ ടു ദ വേൾഡ് ആൻഡ് ഓൾസോ മിഷൻ വിത്തിൻ അവർ സോൾസ്. എന്നാൽ ഈ ചർച്ചിന്റെ പൊതുവായ ഒരു നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ, അതായത് ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, സഭ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുമ്പോൾ, ഒരു പ്രോപ്പർ വർഷിപ്പിലേക്ക് സഭ നീങ്ങുമ്പോൾ, അതുപോലെ തന്നെ വിറ്റ്നസിങ്ങിനായിട്ട്, നമ്മുടെ അകത്തുള്ള സ്നേഹത്തിന്റെ പരിപാലനങ്ങൾക്കായി, ചാരിറ്റികൾക്കായിട്ട് സഭ റെഡി ആകുമ്പോൾ, അതിനെല്ലാം അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. എന്താണെന്നറിയാം? ചർച്ച് ഈസ് ആൻ എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്.
ചർച്ച് ഭാവിയിലേക്ക് നോക്കിയിരിക്കുന്ന, തിരശീലയ്ക്കപ്പുറത്ത് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു തേജസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ ട്രൂ ചർച്ച് ഈസ് ഓൾവേസ് ഹോപ്പ്ഫുൾ ഓഫ് ദ ഡെലിവറൻസ് ഓർ ദ ഗ്ലോറി. പ്രത്യാശയാണ് ഒരു സഭയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട മുഖം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കറിയാം, എക്ലീസിയ വിളിച്ചു വേർതിരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. ഞാൻ വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെ ഈ സഭയുടെ യൂണിറ്റി, സഭയുടെ ഓരോ ഫംഗ്ഷൻ, അതിന്റെ എല്ലാ അടിസ്ഥാനം എന്താ? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ബാക്കിയുള്ളതെല്ലാം ആ പ്രത്യാശയെ ബേസ്ഡാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നത് ആത്മാവ് നമുക്ക് തരുന്ന പ്രത്യാശയിലാണ്. കാരണം ഓരോ ആത്മീക ശുശ്രൂഷയും പ്രത്യാശയാണ് ഉണ്ടാക്കുന്നത്, മോഹങ്ങളല്ല. ഞാൻ സഭയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളിൽ വർദ്ധിക്കേണ്ടത് മോഹങ്ങളല്ല, കർത്താവിന്റെ വരവെടുത്തെന്നും എൻ്റെ നാട് അതാണെന്നുമുള്ള ബോധ്യമാണ്. ദാറ്റ്സ് വൈ വി ആർ ആൻ എസ്കറ്റോളജിക്കൽ കമ്മ്യൂണിറ്റി. ഒരു പ്രസംഗം കേട്ട് ഇറങ്ങുമ്പം ഒന്നും കൂടെ വിടുതലെടുത്ത് പ്രാർത്ഥിക്കണം, എനിക്ക് കുറച്ചുകൂടെ നല്ല ഒരു വീട് ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആള് he did not attend a spiritual service. He did not attend a ministry of the Holy Spirit. കാരണം ദൈവാത്മാവ് നമ്മോട് എപ്പോഴും പറയുന്ന ഇവിടെ ശാശ്വതമായ ഒരു ഭവനം നമുക്കില്ല. അതും മാത്രമേ ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഭവനം വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഈ ഭവനത്തെക്കുറിച്ചല്ല, നിത്യമായൊരു ഭവനത്തെക്കുറിച്ചാണ്. ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ, നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, തേജസ്സിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. ഇത് വല്ലപ്പോഴും പാട്ട് പാടുമ്പോൾ, പഴയ പാട്ടെടുത്ത് പാടുമ്പോഴല്ല വരേണ്ടത്. ഇത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകണമെന്നാണ് എഫെസ്യർ 4:4 നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ തമ്മിലുള്ള ഐക്യം, സ്നേഹം, വിശ്വാസം, ഇതെല്ലാം നമ്മളെ വിളിച്ച പ്രത്യാശയ്ക്ക് അനുസരിച്ചാണ്. ആ പ്രത്യാശ ഏക പ്രത്യാശയ്ക്കായി നമ്മളെ വിളിച്ചതുപോലെ, അതാണ് വിളിച്ചതുപോലെ, ആ ഒരു പ്രത്യാശ നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം സഹായിക്കുന്നത്. കാരണം വി ആർ വൺ കമ്മ്യൂണിറ്റി. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടനക്കാരാണ്. അപ്പൊ ഒരു സ്ഥലത്തേക്ക് ഇത്രയേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ, നമ്മുടെ തന്നെ ബന്ധുക്കളുടെ ഇടയിൽ ഇവരൊക്കെ വേറൊരു ഡയറക്ഷനിൽ പോകുമ്പം നമ്മളൊരു 5-10 പേര് നമ്മൾ കാണുന്ന, ഇമ്മീഡിയറ്റ്ലി കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള ഒരു 50 പേര് 100 പേര് വേറൊരു ഡയറക്ഷനിലോട്ട് പോകുന്നവരാണ്. നേരെ ഓപ്പോസിറ്റ്. അവർക്ക് വേണ്ട റിക്വയർമെന്റ്സും വേറെയാണ്. പ്രത്യാശ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ, സഭയുടെ ഒരു മാർക്കായിട്ട് മാറുമ്പോൾ, അവിടെ വരുന്ന ഓരോ ശുശ്രൂഷകളിലും, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ചർച്ചിന്റെ മുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയാണെങ്കിൽ, അവിടെ പ്രസംഗിക്കാൻ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ, പ്രവചിക്കാൻ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ, വചനം വായിക്കാനോ ആരാധനയ്ക്ക് ലീഡ് ചെയ്യാനോ ഒരാൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ പ്രത്യാശയായിരിക്കും അതിന്റെ അടിസ്ഥാനം. ആ പ്രത്യാശ അടിസ്ഥാനമായി വരുന്ന ശുശ്രൂഷകൾ. അതിന്റെ താഴേക്ക് വരുമ്പോൾ പറയുന്നത്, 4-ാം അധ്യായം എഫേസ്യർ 4:11 മുതൽ വായിച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും. ഇതെല്ലാം നമ്മൾ തുടങ്ങുന്ന എവിടെയാണ്?
ഒരു സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, നമുക്കെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങൾ. ഒരു സഭയ്ക്കകത്ത് രണ്ടുമുണ്ട്. നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ആ ഏക പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ സഭയിലെ അവയവങ്ങളെ കാണാം. എല്ലാ അവയവങ്ങൾക്കുമുള്ള ഒരു കോമൺ നേച്ചർ എന്താണ്? ഒരേ രക്തമാണ് ഈ അവയവങ്ങളിലെല്ലാം ഒഴുകുന്നത്. എൻ്റെ ഫിംഗറിലൂടെ ഒഴുകുന്ന അതേ രക്തം തന്നെയാണ് എൻ്റെ മുഖത്തൂടെ ഒഴുകുന്നത്. എല്ലാ ഞരമ്പുകളിലും, എല്ലാ അവയവങ്ങളിലേക്കും ചെല്ലുന്ന ഞരമ്പുകളിൽ ഒരേ രക്തമാണുള്ളത്. യൂണിറ്റി. അതാണ് ആദ്യം പറയുന്നത്. ഒരേ ആത്മാവ്, ഒരേ വിശ്വാസം, ഒരേ പുത്രൻ, ഒരേ രക്ഷിതാവ്, ഒരേ പിതാവ്. എന്നാൽ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പ്രത്യാശ അടിസ്ഥാനത്തിലേക്ക്, കാരണം കർത്താവിൽ തികഞ്ഞവരായി നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. അതിനു വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു? ഓരോ അവയവങ്ങളെയും ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ഉദ്ദേശമാണ് ഇനി പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരു സഭയിൽ അപ്പോസ്തലനുള്ളത്, പ്രവാചകനുള്ളത്, ഇടയനുള്ളത്, പ്രസംഗകൻ, ഉപദേഷ്ടാവുള്ളത്, സുവിശേഷകനുള്ളത്? എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അങ്ങോട്ട് വരുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയി മാറേണ്ടതിന്. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ക്രിസ്തുവിനെ പോലെയായി മാറേണ്ടതിന്. അത് മാറണമെങ്കിൽ ഈ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ക്രിസ്തുവിനെ പോലെ ആയി മാറാൻ സാധിക്കും. കാരണം ആ പ്രത്യാശ ആത്മാവ് നമുക്ക് തരുന്നതാണ്. ഈ പാപ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിന്റെ തേജസ്സിലേക്ക് പോകാനുള്ള ഞരക്കം ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ഹോപ്പ് ഈസ് ജനറേറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എന്തുകൊണ്ടാണ് ഇന്ന് സഭയിൽ പ്രത്യാശയില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ന് പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല. പെന്തക്കോസ്റ്റൽ ചർച്ചുകളിൽ ആത്മാവ് ഉണ്ട് എന്നൊരു ഫീലിംഗ് നൽകുന്നതല്ലാതെ ദൈവത്തിന്റെ ആത്മാവ് ഒന്നും സംസാരിക്കാതായിട്ട് കുറച്ച് നാളുകളായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പൊതുവെ, എല്ലാമല്ല, പൊതുവെ. അതിന്റെ കാരണം ലോകം, മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ നീതി, മനുഷ്യന്റെ വിശുദ്ധി, മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലേക്ക് സഭ ഷിഫ്റ്റ് ആയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഏദൻ തോട്ടത്തിൽ എന്ന പോലെ സൈലന്റ് ആയിപ്പോയി. ആദ്യം ആത്മാവിൽ ആരംഭിച്ച് കുറെ കഴിയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി ഇതിനകത്തോട്ട് കിടന്നിട്ട് ആ പഴം തിന്ന അവസ്ഥയാണ് എല്ലാം. ഏത് പഴം? ഈ ജ്ഞാനപ്പഴം. നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നുണ്ടായ ജ്ഞാനപ്പഴം മനുഷ്യൻ തിന്നതോടുകൂടി ഇവിടെ സെറാമ്പൂരും അതും ഇതും എല്ലാം കൂടെ വന്ന് എഡ്യൂക്കേഷനെ അങ്ങ്, അത് ഞാൻ പറയുന്ന സെക്യുലർ എഡ്യൂക്കേഷന്റെ കാര്യം പോട്ടെ, ഈ തിയോളജിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ. എന്റെ പ്രിയ സഹോദരൻ, ഇതുപോലൊരു ഐഡൽ ഇവർക്ക് വന്ന് യേശുക്രിസ്തു ഉണ്ടെന്ന് പോലും വിശ്വാസമില്ല. കാരണം അക്കാഡമിക്കലി ബൈബിൾ പഠിക്കുന്നവർക്ക് ജീവനായി വിശ്വാസം മാറുകയില്ല. തകർന്ന ഹൃദയത്തോടെ വേദപുസ്തകത്തിന് മുമ്പിൽ ഇരിക്കാൻ അവർക്ക് കൊണ്ട് പിന്നെ പറ്റത്തില്ല. സാധാരണഗതി പറ്റാറില്ല. ഓൾറെഡി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ വന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്, ഈ വചനമൊന്നും എന്നോട് സംസാരിക്കുന്നില്ല, മറ്റാൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം എന്നോട് എന്ത് സംസാരിക്കുന്നതല്ല ഒരു പ്രസംഗകൻ അന്വേഷിക്കുന്നത്. ഇതിനകത്ത് 4 കാര്യങ്ങൾ വേറൊരാളുടെ എങ്ങനെ പറയാമെന്നാണ്. അപ്പൊ നമ്മൾ എപ്പോ കേട്ടാലും, എന്ത് പ്രസംഗം കേട്ടാലും, ഏത് പുസ്തകം വായിച്ചാലും ഉടനെ നമ്മുടെ മനസ്സിൽ കത്തുന്ന അടുത്ത പ്രസംഗത്തിന് 4 പോയിന്റ് വേണം. ദാറ്റ്സ് ദ പ്രൈമറി നീഡ്. അതിനെയാണ് നമ്മൾ പ്രസംഗ തൊഴിലാളി എന്ന് വിളിക്കുന്നത്. ഞാനും അങ്ങനെ ഒരു പ്രസംഗ തൊഴിലാളി തന്നെ ആയിരുന്നു. അപ്പോൾ എന്താ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാഡമിക്കൽ എക്സലൻസിന് വേണ്ടിയുള്ള ദാഹം ആത്മാവിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുമ്പോൾ പലപ്പോഴും പറയുന്നുണ്ട്, ഇയാൾ പറയുന്ന അക്കാഡമിക്, ഞാൻ പറയുന്ന അക്കാഡമിക്സ് അല്ല, ദൈവത്തിന്റെ വചനമാണ്. ഈ ബുദ്ധി വെച്ച്, മനുഷ്യന്റെ ബുദ്ധി വെച്ച് ഈ വചനത്തെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് കരുതി നമ്മൾ ഈ ലോകത്തിൽ ഒന്നും പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കൃപാവരങ്ങളാൽ ശുശ്രൂഷകൾ നടക്കത്തക്ക രീതിയിൽ നമ്മുടെ പഠനങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ബിക്കോസ് ദ ലോർഡ് ഷുഡ് ഹാവ് ഫ്രീഡം ടു വർക്ക് വിത്ത് us. എങ്കിൽ മാത്രമേ ഇത് പ്രത്യാശ നിയന്ത്രിതമാവുകയുള്ളൂ. ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അഴിഞ്ഞു പോകാത്തൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമെന്നുള്ളതാണ്. കാരണം ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവിന്റെ ആദ്യദാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും, ആത്മാവിന്റെ ഒരു ശബ്ദമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ ഉള്ളിൽ
പുത്രത്വത്തിന് വേണ്ടിയുള്ള ഞരക്കമുണ്ടാകുമെന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. അതായത് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള, ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഞരക്കമുണ്ടാകും. എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഈ പ്രത്യാശയുടെ സ്വീകാരം നിങ്ങൾ മുറുകെ പിടിച്ചോണം. അത് വേറൊരാളിൽ ഈ പ്രത്യാശ ഉളവാവുകയും അത് വളർന്നു വരികയും ചെയ്യാൻ വേണ്ടി നമ്മൾ അവനോട് ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കണം. അത് എടുത്തു കളയരുത്. കാരണം ഈ പ്രത്യാശയാണ് ഏറ്റവും ഫൗണ്ടേഷണലായിട്ട് കർത്താവിന്റെ സഭയിൽ ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സഭയിൽ പ്രത്യാശ ഗാനങ്ങൾ ഇല്ലാതെ പോകുന്നു. സഭയിൽ പ്രത്യാശ ഗാനങ്ങൾ എഴുതിയിട്ട് ഒരു പോപ്പുലർ പ്രത്യാശ ഗാനം നമ്മൾ കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് 30 വർഷമായി, എഴുതി പാടി കേട്ടിട്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു IPC ചർച്ചിൽ പോയപ്പോൾ അവിടെ ഒരു മനോഹരമായ ഒരു പ്രത്യാശ ഗാനം കേട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ ആ പാടിയ ആളോട് ചോദിച്ചു, ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ പാട്ടാണോ? പുതിയൊരു പ്രത്യാശ ഗാനം ഇറങ്ങിയോ? അപ്പൊ ആൾക്കാർ മാറി തുടങ്ങിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല മാസ്റ്ററെ, 40 വർഷം മുമ്പുള്ള പാട്ടാണ്. ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലവരും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതി സൈഡിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു ഒരു സോൾ സ്റ്റിറിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് ഏറ്റെടുത്ത് പാടാൻ പറ്റുന്ന ഒരു പ്രത്യാശ ഗാനം ഉണ്ടായിട്ട് 30 വർഷമായി. ഇത് എപ്പോ ഉണ്ടാവും? നമ്മുടെ സഭയുടെ പ്രധാന ഫേസ് ഞരക്കം, ദൈവം കേൾക്കുന്ന മണവാട്ടിക്ക് മണവാളനോടുള്ള കാത്തിരിപ്പ്, ആ ഒരു ഞരക്കം ഒരു പാട്ടായിട്ട് സ്വർഗത്തിലോട്ട് എത്തുവോ അടുത്ത കാലത്തെങ്ങാനും? മണവാളനെ നോക്കിയിട്ട് ഒരു മണവാട്ടിക്ക് പാടാനുള്ളത് എന്തായിരിക്കും? എൻ്റെ ഈ പഴയ വീട്, എൻ്റെ ഈ എൻ്റെ പിതാവിന്റെ വീടൊന്ന് ശരിയാക്കി കിട്ടിയ കൊള്ളാന്നാണോ? അല്ല. അവരൊന്നിച്ച് താമസിക്കുന്ന ഭവനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു മണവാട്ടി സഭയെ സംബന്ധിച്ച് പ്രത്യാശയാണ് അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. പല ആൾക്കാരും പ്രസംഗിക്കുന്നുണ്ട്, കർത്താവ് വരാറായതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടത്? കർത്താവ് വരാറായി മര്യാദയ്ക്ക് ജീവിക്കണം. ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? ഏത് സമയത്തും കർത്താവ് വരും, ഒരുങ്ങിയിരിക്കും. അതുണ്ട്. പക്ഷെ കർത്താവ് വരാറായി അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു പ്രശ്നമുണ്ട്. കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണ വാഗ്ദത്തം ചെയ്തിട്ട് ഭർത്താവ് ദൂരദേശത്തേക്ക് പോയി, അല്ലെ, ഭർത്താവ് ആകാൻ പോകുന്ന ആള്. അപ്പൊ ഭാര്യയോട് ഉപദേശിക്കുകയാണ്, അവൻ വരാറായി, അതുകൊണ്ട് നീ ഈ ഫ്ലർട്ടിങ് ഒക്കെ നിർത്തി, അതായത് മറ്റുള്ളവരോട് കൊഞ്ചിക്കുഴയുന്നൊക്കെ നിർത്തി നല്ല കുട്ടിയായിട്ട് ജീവിക്കുക. കാരണം അവൻ വന്നു കഴിയുമ്പം നിന്നെ ഇങ്ങനെ കണ്ടെത്താൻ ഇടവരല്. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വരുന്നില്ലെങ്കിൽ നീ എങ്ങനെയും ആകാം, അവൻ ഉടനെ വരുന്നില്ലെങ്കിൽ വരുന്ന സമയത്ത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് ജീവിക്കും. പ്രത്യാശയല്ല. പ്രത്യാശ എന്ന് പറയുന്നത് എന്ന് വരുമെന്ന് അറിയത്തില്ല, എന്ന് വന്നാലും എനിക്ക് വേറെ ഒന്നും സ്വപ്നം കാണാനില്ല എന്നുള്ളതാണ്. എനിക്ക് വേറെ ഒന്നും ആഗ്രഹിക്കാനില്ല. എനിക്ക് വേറെ ഒന്നും ആഗ്രഹിക്കാനില്ല എന്നൊരു മണവാട്ടിക്ക് തോന്നണമെങ്കിൽ ആ മണവാളനിൽ ഫോക്കസ്ഡ് ആയിരിക്കണം ചർച്ച്. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച ഒരു ചർച്ചിന് ഒരിക്കലും പ്രത്യാശയിലോട്ട് പോകാൻ പറ്റത്തില്ല. That will always roam around this world full of filth. അതിന് പുറകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഞാനിത് പറയാനുള്ള കാരണം, ഇത് നമ്മുടെ ചർച്ച് രക്ഷപ്പെടണമെങ്കിൽ ഒരു കംപ്ലീറ്റ് അബൌട്ട് അടിക്കണം. അത് പെന്തക്കോസ്ത് ചർച്ചിൽ ആകമാനം സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചില ചർച്ചുകളിലെങ്കിലും സംഭവിക്കുന്നുണ്ട്. സംഭവിച്ചേ പറ്റൂ. കാരണം കർത്താവ് നോക്കുമ്പോൾ വിശ്വാസികളെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്, കാത്തിരിക്കുന്നവരെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അത് കർത്താവിനൊരു ആശ്വാസം, ഇത്രയും പേര് കാത്തിരിക്കുന്നത്. ഇവിടെ ആരും കർത്താവിനെ കാത്തിരിക്കുന്നില്ല. എല്ലാവരും എന്തെങ്കിലും കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കർത്താവ് സ്വർഗത്തിൽ നോക്കുമ്പോൾ എന്തൊരു പ്രയാസമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെല്ലാവരും അപ്പം വരികയേ വേണ്ട, ഈ ഗിഫ്റ്റുകളെല്ലാം എപ്പോൾ വരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൻ എന്ത് വേദനയായിരിക്കും. എന്നെ അവർക്ക് വേണ്ട, എൻ്റെ ഗിഫ്റ്റുകൾ മാത്രം. അതുകൊണ്ട് എ ചർച്ച് ഹാസ് ടു ബി എസ്കറ്റോളജിക്കൽ ഓൾ ദ ടൈം. എല്ലാ സമയത്തും എല്ലാ പ്രസംഗങ്ങളിലും വരാനിരിക്കുന്ന മഹത്വം, അതാണ് മഹത്വം എന്ന് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ ആയിട്ടുള്ളത്. പണവും അങ്ങനെ തന്നെയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള വിഗ്രഹമാണ് പണം. അതുപോലെ തന്നെ പവർഫുൾ ആണ് എഡ്യൂക്കേഷൻ. ഇപ്പം ഗ്ലോറി എന്ന് പറയുന്ന ഒരു സാധനം, മഹത്വം, അതാണ് ഇതിനെല്ലാം ഭയങ്കരമാക്കുന്നത്.
അതിനെല്ലാം വലിയ സാധനമാക്കി മാറ്റുന്നത്. നമുക്ക് അതിലില്ലാത്ത വാല്യൂ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ്. നമ്മൾ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കണ്ണാടി നോക്കുമ്പം വലിയ ഗുണമൊന്നും തോന്നുന്നില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കാണുമ്പം നമ്മൾ ഭയങ്കര സുന്ദരിമാരായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ വലിയ ഫോട്ടോജനിക് ആയതുകൊണ്ടൊന്നുമല്ല. അതൊക്കെ ക്യാമറയുടെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. ഈ ഇന്നത്തെ ഹൈ എൻഡ് ക്യാമറകളോട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര സുന്ദരിമാരായിട്ട് മാറും. നിങ്ങൾ ഈ സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഇങ്ങനെയുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അവർ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം നമ്മുടെ കാര്യത്തെക്കാളും കഷ്ടം. നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ, അവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചാലേ പല്ല് ക്ലീൻ ആവുള്ളൂ. അവർ സ്പെഷ്യൽ ക്രീച്ചേഴ്സ് ഒന്നുമില്ല. ഈ ലോകത്തിന്റെ എക്യുപ്മെന്റ്സ് നമുക്ക് ഇല്ലാത്തൊരു ഗ്ലോറി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ലോകത്തിന്റെ മഹത്വത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണത്തിനും വിദ്യാഭ്യാസത്തിനും ആൾക്കാർ പൊക്കി പറയുന്നതിന് ഓ മഹാനായ ദേവദാസൻ എന്നൊക്കെ പറയുമ്പം, മഹാനായ നല്ലല്ലോ ആ പ്രയോഗം, ശ്രേഷ്ഠനായ ദേവദാസൻ. ഞാൻ ആ പെന്തക്കോസ്ത് ഭാഷ മിസ്സായപ്പോൾ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, ശ്രേഷ്ഠനായ, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, വിലയേറിയ ദാസൻ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഉൾപ്പുളകം, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ രസം, ആ ഒരു എൻജോയ്മെന്റ്, അതെന്താണെന്നറിയോ? ഇതിനകത്തൊക്കെ നമ്മൾ ഗ്ലോറി വയ്ക്കുന്നുണ്ടാകും. ഈ മഹത്വം അറ്റാച്ച് ചെയ്യുന്നതിനാണ്. വിദ്യാഭ്യാസം എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, മഹത്വം അറ്റാച്ച് ചെയ്യുന്നില്ലെങ്കിൽ. പക്ഷെ നമ്മൾ അറിയാതെ അതിനോട് മഹത്വം അറ്റാച്ച് ചെയ്യും. നമ്മളൊരു PhD കാരനെ 10ാം ക്ലാസ്സുകാരനെക്കാളും ബഹുമാനിക്കും. ദൈവകൃപ 10ാം ക്ലാസ്സുകാരനെ നമുക്ക് പ്രശ്നമല്ല. നമ്മൾ മഹത്വം കൊടുത്തിരിക്കുന്നത് ആ സാധനത്തിനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തോട് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥ മഹത്വം ക്രിസ്തുവിനെ ഉള്ളൂ എന്ന്. അപ്പൊ ഈ വക കാര്യങ്ങളെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനുള്ള മഹത്വമാണ് നമ്മൾ പങ്കുവെച്ചു കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു കൊച്ചിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്, നമ്മുടെ സഭയിൽ പുതുതായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള പിള്ളേരുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ടത് യഥാർത്ഥ മഹത്വം ക്രിസ്തുവിനാണ്. ബാക്കിയുള്ളതിനൊന്നും ഈ മഹത്വമില്ല. ഈ മഹത്വം എനിക്ക് ലഭിക്കാൻ വേണ്ടി, യഥാർത്ഥ മഹത്വം ലഭിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നേ പറ്റൂ. ഞാൻ എന്ത് ചെയ്താലും ഒന്നുമില്ല. ദൈവം എനിക്ക് അവന്റെ മഹത്വം തരുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. സോ എവറി ട്രൂ ചർച്ച്, ഒരു പ്യുവർ ചർച്ച്, പ്യുവർ എന്നുള്ള വാക്കാണ് ഇവിടെ കുറച്ചുകൂടി നല്ലത്. കാരണം ഒരു മണവാട്ടിയുടെ ഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നത്, ഇറ്റ്സ് എ മാർക്ക് ഓഫ് ഹെർ പ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു പ്യുവർ ഹാർട്ടിൽ നിന്ന് വരുന്ന സ്നേഹത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പ് തീർച്ചയായിട്ടും കർത്താവിന്റെ സഭയുടെ ഒരു അടയാളമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പ്രത്യാശയാണ് ഏറ്റവും എൻ്റെ ഫൗണ്ടേഷൻ. എന്നാൽ ഈ പ്രത്യാശയിൽ നിന്നാണ് ഒരു സഭ ഡെവലപ്പ് ആകുന്നതെങ്കിൽ, അതാണ് അതിന്റെ ഫൗണ്ടേഷൻ എങ്കിൽ, തീർച്ചയായിട്ടും എസെൻഷ്യലി ദർ വിൽ ബി സർട്ടൻ മാർക്സ്. ഒന്ന്, ഓരോ വിശ്വാസിയുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആ മുറവിളിയാണ്. എ ക്രൈ ഫോർ ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു വിളി, പേഴ്സണൽ ഹോളിനെസ്സിന് വേണ്ടി. ഇപ്പൊ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 2 തരത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ദൈവം ക്രിസ്തുവിൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു അവന്റെ രക്തത്താൽ സദാകാലത്തേക്കും. ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ അത് ദൈവം ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ പേഴ്സണൽ ഹോളിനെസ് എന്ന് പറയുന്നത് വേറൊരു കാര്യം. പേഴ്സണൽ ഹോളിനെസ് എന്ന് പറയുന്നത്, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഈ ലോകത്തിന്റെ മാലിന്യമില്ലാതെ പ്യുവറായിട്ട് ജീവിക്കണമെന്നുള്ള ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വരുന്ന ആഗ്രഹമാണ്. അൺഅറ്റാച്ച്ഡ് ടു എവ്രിതിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള സകലതിനോടും അൺഅറ്റാച്ച്ഡ് ആവുക, അതായത് ഒന്നും എന്നെ ബാധിക്കാത്ത അവസ്ഥയിൽ. ഐ ആം ഓൺലി കൺസേൺഡ് അബൌട്ട് ദ ലോർഡ്. ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നുള്ളതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ഞാൻ കൺസേൺഡ് അല്ലാത്ത
ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ശരിക്കും പ്യൂരിറ്റി എന്ന് പറയുന്നത്. വൺ അൺഡിവൈഡഡ് ഹാർട്ട്. എൻ്റെ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ മാറിപ്പോകാതെ ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ആകുന്നതിനെയാണ് ശരിക്കും പ്യൂരിറ്റി എന്ന് പറയുന്നത്. അൺമിക്സ്ഡ് ആണ്, വേറൊന്നും കലരുന്നില്ല. ഓക്കെ, ഒന്നും കലരാതെ ആ ദൈവത്തിന്റെ ഏകാഗ്രതയിൽ സോബർ മൈൻഡോട് കൂടി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പേഴ്സണൽ ഹോളിനെസ്. ഈ പേഴ്സണൽ ഹോളിനെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂമൻ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഒരിക്കലും അതിനെ കാണാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹ്യൂമൻ ഹോളിനെസ്. ഹോളിനെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാത്രം സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമല്ല. അപ്പോൾ ഹോളിനെസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഹോളിനെസ്സിന് വേണ്ടി ദാഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ക്യാരക്ടറിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കുന്നത്. അതൊരു മാനുഷികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ എന്ത് വിശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് വിശുദ്ധ ജീവിതം എന്ന് മനുഷ്യർ പറയുന്ന മിക്കവാറും എല്ലാം മാനുഷിക സ്വഭാവങ്ങളെ കുറിച്ചാണ്, ബെറ്റർ ക്യാരക്ടറിനെ കുറിച്ചാണ്, പീപ്പിൾ ബിക്കമിങ് ബെറ്റർ ബിഹേവ്ഡ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ശരിക്കും ഹോളിനെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. നമ്മളെ വിളിക്കുമ്പം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകയാൽ നിങ്ങളും നിങ്ങളുടെ സകല നടപ്പിലും വിശുദ്ധരാകുവിൻ. ബി ഹോളി ഇൻ എവറിത്തിങ് ദാറ്റ് യു ഡു. അതായത് നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല ലോകത്തിൽ ഒരു കാര്യവും ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തരാണ്. വി ആർ ഡിഫറെന്റ് ഇൻ എവറിത്തിങ് വി ഡു. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സോടെ ഉള്ളവരാണ്. നമ്മളൊരാൾക്ക് 50 രൂപ കൊടുത്താൽ അല്ലെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഒരാൾ ആ 100 രൂപ കൊടുക്കുന്നവരല്ല കൊടുക്കുന്നത്. ലോകത്തിലുള്ള ഒരു 100 രൂപ കൊടുക്കുമ്പോൾ ഈ 100 രൂപ കൊണ്ട് എന്ത് ചെയ്യുവാൻ, ഈ മിഷൻ സപ്പോർട്ട് കൊടുക്കുന്നവര് തന്നെ പലപ്പോഴും മിഷൻ സപ്പോർട്ട് കൊടുത്തിട്ട് എന്നോടൊരു മിഷണറി പറഞ്ഞാണ്, അവർക്ക് റിപ്പോർട്ട് അയക്കണം അത്ര, രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വരെ, എന്തൊക്കെ വീട്ടിൽ മേടിച്ചിട്ടുണ്ട് ബില്ല് സഹിതം. ഒന്ന് ആലോചിക്കുക, എന്തോ ഒരു അടിമത്തമാണ് മാമോന്റെ കീഴില്. മാമോൻ കിട്ടുന്നു, അടിമയെ പോലെ പണിയെടുക്കുന്നു. ഓക്കെ, അത് മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യരെ നിയന്ത്രിച്ച് ഒരിക്കലും ഹോളിനെസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വേറൊരുത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഹോളിനെസ് ഉണ്ടാക്കും. നോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ പോലും ഹോളിനെസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ആത്മാവ് നമ്മളിൽ നിറവേറ്റുന്നതാണ്. ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ദ ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അത് ആ പേഴ്സണൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹവും പ്രത്യാശയോടുള്ള നമ്മുടെ കാത്തിരിപ്പും കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തുമാത്രം പ്രത്യാശയോടെ കാത്തിരിക്കുന്നു അത്രമാത്രം നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഹോപ്പ്, പ്രത്യാശ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ, ഹോളിനെസ്. പ്രത്യാശയും ഹോളിനെസ്സും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. നമ്മൾ പ്രത്യാശ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരിക്കലും വിശദീകരിക്കപ്പെടാൻ സാധിക്കില്ല. ബിക്കോസ് ആ പ്രത്യാശയാണ് നമ്മളെ ദൈവിക വിശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷ വിശുദ്ധി മാത്രമേ ഉണ്ടായിരുന്നു. പരീക്ഷന്മാർ അത്ര പ്രത്യാശ ഉള്ളവരൊന്നും ആയിരുന്നില്ല, പക്ഷെ അവർക്കൊരു വിശുദ്ധി ഉണ്ടായിരുന്നു, അത് മാൻമെയ്ഡ് ആയിരുന്നു. എന്നാൽ ദൈവികമായ വിശുദ്ധിയാൽ നമ്മൾ നിറയപ്പെടണമെങ്കിൽ നമ്മൾ ദൈവികമായി പ്രത്യാശ ഉള്ളവരായിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും കാണുന്ന പിതാവിന് മുമ്പിൽ പുത്രന്റെ തേജസ്സോടുകൂടി നമ്മൾ ഒരു ദിവസം പ്രസന്റ് ആവും. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കേണ്ടതിന്. യൂദായുടെ ലേഖനം 25-ാം വാക്യത്തിൽ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ. അപ്പൊ നമ്മൾ ലോകത്ത് നിന്നാ പോരാ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പം എന്നാണ്. അപ്പൊ പ്രത്യാശ ഈസ് കണക്റ്റഡ് വിത്ത് ഹോളിനെസ്. അപ്പൊ പ്രത്യാശ എപ്പോഴാണോ ഹോളിനെസ്സുമായിട്ട് കണക്ട് ആകുന്നത്, അപ്പോൾ അത് ദൈവത്തിന്റെ ഹോളിനെസ് ആകാനേ പറ്റുള്ളൂ. മനുഷ്യന്റെ ഹോളിനെസ് ആവാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ദൈവം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്നത്, നമ്മൾ ഇന്ന് പറയുന്ന സെറമോണിയൽ ഹോളിനെസിനെ കുറിച്ചൊന്നും അല്ല ചോദിക്കുന്നത്, യേശു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ചോദ്യം. ഇഫ് അവർ ഹോളിനെസ് ഇസ് ഡ്രിവൺ ബൈ ഹോപ്പ്, പ്രത്യാശയാലാണ് അത് നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ. പലപ്പോഴും നമ്മുടെ ഈ ഹോളിനെസ് എന്ന് പറയുന്ന മനുഷ്യരെ കാണിക്കാൻ വേണ്ടി, അല്ലെ മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടിയായി പോകാറുണ്ട്.
പ്രകടമായത് ദൃശ്യമായതിലൂടെ അല്ല, അദൃശ്യമായതും ആന്തരികമായതും നിത്യമായതുമായ ഒരു ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിൽ നിന്ന് വേണം എന്ത് സംഭവിക്കാൻ, ഈ വിശുദ്ധി ഉണ്ടാകാൻ. അതൊരു സഭയുടെ അടയാളമാണ്. ശക്തമായ എംഫസിസ് ഓൺ ഡിവൈൻ സാങ്ക്ടിഫിക്കേഷൻ. ലെറ്റ് മീ എംഫസൈസ് ദാറ്റ് വൺസ് അഗൈൻ. കാരണം പലപ്പോഴും ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി എന്ന് വൈബ്രേഷനോട് പറയുമ്പോൾ മിക്കാറെല്ലാം മനുഷ്യന്റെ വിശുദ്ധിയാണ്. ഞാൻ ഈ റോമാലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യന്റെ വിശുദ്ധിയെ ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ബൈബിളിൽ നമ്മോട് കമാൻഡ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, ക്രിസ്തുവിന്റെ സ്വഭാവമായി വെളിപ്പെട്ട് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അല്ലെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ വെച്ചുള്ള വിശുദ്ധീകരണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഹോളിനെസ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് അവൻ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടതിന്. ഒബീഡിയൻസ് വരുന്നത് ഈ വിശുദ്ധീകരണത്തിൽ നിന്നാണ്. അത് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന്റെ വിശുദ്ധീകരണമാണ്. സോ ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഹോപ്പ്. ഹോപ്പിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ഹോപ്പിന് ഉറപ്പുണ്ടാകുമ്പോഴാണ് വിശ്വാസമാകുന്നത്. ഹോപ്പ് നമ്മളെ ക്രിസ്തുവിന്റെ സന്നിധി നിർത്തും എന്നുള്ള ആ ദിവസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഞരക്കമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ കണക്റ്റഡ്. ഇതെല്ലാം ഒന്നിച്ച്. അപ്പൊ കർത്താവിന്റെ സഭയിൽ നിന്ന് എപ്പോഴാണോ ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി പോയത്, ഈ സ്വപ്നങ്ങൾ, കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിക്കാതെ പോയത്, പുൾപിറ്റുകൾ എല്ലാം ലോകമയമായി പോയത്, പുൾപിറ്റിൽ കയറി നിന്ന് ലോകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് സഹിക്കാൻ പറ്റുന്ന പെയിൻ അല്ലത്. It's painful to watch people shouting from the pulpit about this world and its glory. എത്ര വേദനാജനകമാണ്. ഞാനിപ്പോഴും കരഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ബിക്കോസ് ഐ എം സഫക്കേറ്റഡ്. അതുപോലെ തന്നെ നമ്മളിൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു നൗസിയ ഉണ്ട്. ഇത് എങ്ങനെ കേൾക്കും? ബിക്കോസ് ഇറ്റ്സ് ദ പുൾപിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ട സ്ഥലം, പ്രത്യാശയിൽ വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കേണ്ട സ്ഥലം. അവിടെ നിന്നുകൊണ്ട് ലോകത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പം അവർ ശരിക്കും ദൈവത്തിന്റെ ജനത്തെ ലോകവുമായി വ്യഭിചാരം ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. ഇസബേലിന്റെ സ്പിരിറ്റ് അതാണ്. ഒരു പെണ്ണ് തന്നെ ആകണം ഇസബേൽ നിർബന്ധമില്ല. ആ സ്പിരിറ്റ് ഉണ്ടായാലും മതി. ലോകത്തോടൊപ്പം വ്യഭിചാരം ചെയ്യുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പുൾപിറ്റുകൾ ഇസബേലിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് ക്രിസ്തീയ ലോകം മുഴുവൻ ഇങ്ങനെയുള്ള സ്പിരിറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ തലേ കൈവയ്ക്കുമ്പോഴാണ് പലരും അന്യഭാഷ പറയുന്നത്. ഏതൊക്കെ സ്പിരിറ്റാണെന്ന് ആർക്കറിയാം? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കർത്താവിനെ വെളിപ്പെടുത്താത്ത, പ്രത്യാശയിലേക്ക് നോക്കാത്ത ശുശ്രൂഷകർ തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ എന്ത് സ്പിരിറ്റിലായിരിക്കും ഇത് പറയുന്നത്? എത്ര അന്യഭാഷ പറഞ്ഞാലും ഇവരുടെ സ്വഭാവത്തിന് മാത്രം മാറ്റം ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, അനദർ സ്പിരിറ്റ് ഈസ് അറ്റ് വർക്ക്. ഇന്ന് അന്യഭാഷ പറഞ്ഞ് തുള്ളി മറിയുന്ന വലിയൊരു പങ്കും ലോകത്തെ സ്നേഹിക്കുകയും ലോകത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ഉള്ളിൽ പ്രത്യാശ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ്സ് എ ഫേക്ക് കൗണ്ടർഫീറ്റ് സ്പിരിറ്റ്. ഇന്ന് നമ്മുടെ ചർച്ചുകൾ മുഴുവൻ ഈ കൗണ്ടർഫീറ്റ് സ്പിരിറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയൊരു അന്ത്യകാലത്ത് നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം അവന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനൊരിക്കലും ജയിക്കുകയില്ല. അതാണ് നമ്മുടെ എല്ലാ ആശ്വാസം. ആ ആശ്വാസം നമ്മുടെ കൂടുതൽ കൂടുതൽ പ്രത്യാശയിലേക്ക്, ഉറപ്പിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.